പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 37-ാം ദിനം. പ്രകൃതിയിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയിലുള്ള ഈ വെള്ളച്ചാട്ടത്തിന് 52 മീറ്റർ ഉയരമുണ്ട്. അതിശക്തമായ ഈ ജലപാതത്തിന് മുകളിലൂടെ കയറുകെട്ടി നടക്കാൻ 1890-ൽ ഒരാൾ തയ്യാറായി. 10,000-കണക്കിന് ജനങ്ങൾ നിർനിമേഷരായി നോക്കി നിൽക്കെ കാനഡയുടെ വശത്തു നിന്നും കയറിന് മുകളിലൂടെ അയാൾ നടക്കാൻ ആരംഭിച്ചു. എല്ലാവരുടെയും ഹൃദയമിടിപ്പുകൾ വർദ്ധിച്ചു. ഒരു ചുവട് പിഴച്ചാൽ ഭീകരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ് അയാൾ പതിക്കുക. പലരും അപകടം സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്ത് അയാൾ എത്തിയപ്പോഴേക്കും ഭീതി കൊണ്ട് ചിലർ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഒടുവിൽ എല്ലാവരുടെയും പിരിമുറുക്കം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ വശം വരെ അയാൾ ചെന്നെത്തി. ജനങ്ങൾ അയാളുടെ പേര് ആർത്തു വിളിച്ചു: ബ്ലോണ്ടിൻ, ബ്ലോണ്ടിൻ, ബ്ലോണ്ടിൻ. ബ്ലോണ്ടിൻ കൈ ഉയർത്തി ജനങ്ങളെ നിശബ്ദരാക്കി. അതിനുശേഷം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: അതെ, ഞാൻ ബ്ലോണ്ടിൻ തന്നെ. നിങ്ങൾക്കെന്നെ വിശ്വാസമായോ? ബ്ലോണ്ടിൻ, ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ ധീരതയിൽ, നിന്റെ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും ജനത്തെ നിശബ്ദരാക്കിക്കൊണ്ട് ബ്ലോണ്ടിൻ ഇപ്രകാരം ചോദിച്ചു: ഞാൻ ഈ കയറിലൂടെ തന്നെ കാനഡയുടെ വശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ ഇപ്രാവശ്യം മറ്റൊരാളെ കൂടി ഞാൻ എൻ്റെ പുറത്ത് കയറ്റിക്കൊണ്ടായിരിക്കും കയറിലൂടെ നടക്കുക. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ബ്ലോണ്ടിൻ, തീർച്ചയായും നിനക്കതിന് സാധിക്കും, ജനങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം ജനങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് ചോദിച്ചു: ആരാണ് എൻ്റെ പുറത്ത് കയറി കയറിലൂടെ അക്കരയ്ക്ക് പോകുവാൻ തയ്യാറുള്ളത്? ജനക്കൂട്ടം മുഴുവൻ നിശബ്ദരായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷേ ആരും മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ഒടുവിൽ ബ്ലോണ്ടിൻ്റെ മാനേജരായ ഹാരി കോൾ കോർഡ് എഴുന്നേറ്റ് വന്ന് ബ്ലോണ്ടിന്റെ തോളിൽ കയറിയിരുന്നു. സാവകാശം നടന്ന് അവർ സുരക്ഷിതരായി മറുകരയെത്തി. 10,000-കണക്കിന് ആളുകൾ ഞങ്ങൾ ബ്ലോണ്ടിന്റെ കഴിവിൽ വിശ്വസിക്കുന്നു എന്ന് അട്ടഹസിച്ചു പറഞ്ഞു. പക്ഷേ ബ്ലോണ്ടിന്റെ ചുമലിൽ കയറി വെള്ളച്ചാട്ടത്തിന് കുറുകെ അക്കരയ്ക്ക് പോകുവാൻ തയ്യാറുള്ള ഒരുത്തരും അക്കൂട്ടത്തിൽ ഉണ്ടായില്ല. കോടിക്കണക്കിനുള്ള ക്രൈസ്തവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നവരാണല്ലോ ഞാനും നിങ്ങളും. ഓരോ ദിവസവും അവർ യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. കർത്താവായ ക്രിസ്തു ലോകരക്ഷകൻ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥമായും ഞാനും നിങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അനിശ്ചിതത്വത്തിൻ്റെയും അരക്ഷിതത്വത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ കുരിശിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യാൻ നാം തയ്യാറാകേണ്ടതല്ലേ? സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന് കൂടെ പ്രഖ്യാപിക്കുന്ന നമുക്ക് ക്രിസ്തുവിനെ പ്രതി യാതൊന്നും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറില്ല എന്നത് ശരിക്കും ഒരു ദുര്യോഗമല്ലേ? ക്രിസ്തു പറയുന്ന ഇടത്തേക്ക് പോകുന്നതിനും അവൻ പറയുന്നത് ചെയ്യുന്നതിനും നാം തയ്യാറാകുമ്പോൾ മാത്രമേ അവനിൽ വിശ്വസിക്കുന്നു എന്ന നമ്മുടെ ഏറ്റുപറച്ചിലുകൾക്ക് അർത്ഥവും ആഴവും ഉണ്ടാവുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറഞ്ഞു: ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ
മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ നോമ്പുകാലത്ത് വിശ്വാസം ഏറ്റുപറയുന്നവർ മാത്രമാകാതെ വിശ്വാസ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഇടയാകട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.